വയനാട് ദുരന്തം കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ മുണ്ടക്കൈ സന്ദർശിച്ചത്. വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. ആ കുഞ്ഞിനെ എടുത്ത് ഓമനിച്ച മോദിയുടെ ചിത്രമൊക്കെ വൈറലായിരുന്നു. കേരളത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ പക്ഷേ 5 നയ പൈസ തന്നില്ല. മോദി വന്ന് കൊച്ചിനെ എടുത്ത് കഴിഞ്ഞാൽ പുള്ളി 10,000 കോടി രൂപ തരുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അപകട സ്ഥലം സന്ദർശിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു മര്യാദയാണ്. അത് അപകടത്തിൻ്റെ വലിപ്പവും ഗാംഭീര്യവും അനുസരിച്ചിരിക്കും. എല്ലാ സ്ഥലത്തുനിന്നും പോകാറില്ല, ചില സ്ഥലത്ത് പോകും, ചിലപ്പോൾ പോവില്ല. ഈ ധനസഹായം എന്ന് പറയുന്നത് ഏത് ദുരിതം വന്നു കഴിഞ്ഞാലും അതിനുള്ള പരിഹാരം കേന്ദ്രം ചെയ്യണം. ഇതാണ് കേരളം ഉണ്ടാക്കിയെടുത്തൊരു മാനസികാവസ്ഥ. അത് ശരിയല്ല. ദുരിതാശ്വാസം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ചുമതലയാണ്. അതിനായിട്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്നിട്ട് പെർമനൻറ്റ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്, NDRF, പിന്നെ SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്. ഈ ഫണ്ടിനുള്ളിൽ എപ്പോഴും പൈസ ഉണ്ടാവും. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ദുരന്തം നടന്നാലും നടന്നില്ലെങ്കിലും ഒരു പ്രത്യേക ഫണ്ട് റെഗുലർലി ഇതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. റിസർവായിട്ട് അവിടെ കിടക്കും. എപ്പോൾ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പൈസ എടുക്കും. ഇതാണ് സംവിധാനം. ഈ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് പണമിടുന്നുണ്ട്. കേരള സർക്കാരും ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 96.8 കോടി രൂപ കേരളത്തിൻ്റെയാണ്. കുറച്ച് ഇടാനുണ്ടാകും, കുറച്ച് ബാക്കി. ആകെ 388 കോടി രൂപ SDRFിലേക്ക് വന്നിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. അത് ആ ഫണ്ടിൽ ഉണ്ടാവേണ്ട പൈസ ഈ അപകടം നടക്കുമ്പോഴും ഉണ്ടായിരുന്നു. ഇതാണ് കേന്ദ്രത്തിൻ്റെ വാദം. ഇതിനകത്ത് ഈ പ്രൊപ്പഗാൻഡയുടെ ഒരു എലമെൻ്റ് കൂടെ ഉണ്ട്. ഒരു 2 മാസം മുമ്പ്, പ്രിസൈസ്ലി പറഞ്ഞാൽ, പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയില്ലേ, അൻവറിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ. അതിൻ്റെ ആദ്യത്തെ 1 മണിക്കൂർ പുള്ളി മാധ്യമങ്ങളെയാണ് അറ്റാക്ക് ചെയ്തത്. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള സർക്കാരിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അത് ചിലവായിട്ട് മാധ്യമങ്ങൾ കൊണ്ടുവരണം. ശവടക്കിന് 75,000 രൂപ, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിരട്ടിയായിരുന്നു ആ പത്രസമ്മേളനം. ആ സമയത്ത് ഇവർ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലെ ഫിഗേഴ്സാണ് മാധ്യമങ്ങൾ ഉപയോഗിച്ചത്. ഇവർ സത്യവാങ്മൂലം കൊടുത്തു, കേന്ദ്ര സർക്കാർ കൗണ്ടർ ഫയൽ ചെയ്തു. ആ കൗണ്ടറിൽ ഇന്നീ വന്ന വാർത്തയിൽ വന്ന മുഴുവൻ കാര്യങ്ങളുമുണ്ട്. പക്ഷേ അന്ന് മാധ്യമങ്ങളോ കേരള സർക്കാരോ അനങ്ങിയില്ല. കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തതാണ്. ഇതേ ഫിഗേഴ്സ് ഉണ്ട്, ഈ കമൻറ്റ് തന്നെയുണ്ട്. ദേശീയ ദുരന്തം എന്ന് പറഞ്ഞൊരു ദുരന്തമില്ല. ഇത് അന്ന് കേന്ദ്ര സർക്കാർ എഴുതി കൊടുത്തതാണ് ഹൈക്കോടതിയിൽ. അന്നത് വാർത്തയായില്ല. എന്നിട്ട് ഇതേ ആർഗ്യുമെൻറ്റ് ഹൈക്കോടതിയിൽ ഉന്നയിച്ച അതേ ആർഗ്യുമെൻറ്റ്സ് KV തോമസ് കത്തായിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു. ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായിട്ട് KV തോമസിന് എഴുതി കൊടുക്കാൻ പറ്റുമോ? അതേ മറുപടിയുടെ ഒരു കോപ്പി എടുത്തിട്ട് KV തോമസിന് കൊടുത്തു. ബിഫോർ ദ ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എന്നുള്ളത് മായിച്ചു, ടു മിസ്റ്റർ KV തോമസ് എന്നാക്കി. ബാക്കി സത്യവാങ്മൂലത്തിൻ്റെ വാചകം അതൊക്കെ എടുത്ത് കളഞ്ഞു. ഈ ഡാറ്റ മാത്രമായിട്ട് KV തോമസിന് റിപ്ലൈ. ഉടനെ വാർത്തയായി. ദിസ് ഈസ് ദെയർ ഫോർ ദ ലാസ്റ്റ് 2 months. യു നെവർ ഹാഡ് എനി കംപ്ലൈൻറ്റ്. യു ഡിഡ് നോട്ട് ഹാവ് എനി കംപ്ലൈൻറ്റ്. ദർ ഈസ് ആൻ ഓൺ ഗോയിങ് കേസ്. അല്ല, ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ വയനാട് ദുരന്തത്തിന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ്, ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ എടുത്ത കേസ്, സുയോമോട്ടോ എടുത്ത കേസ്, അത് ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ ഇൻ്ററിം ജഡ്ജ്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നോ ബഡി ഈസ് ഫോളോയിങ് ദാറ്റ്. ആ ഒരു ജഡ്ജാണ്, ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരാണ് ഇതിൻ്റെ നമ്മുടെ വയനാടിൻ്റെ പിന്നാലെ നിൽക്കുന്ന ഏക മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അത്യധ്വാനം കൊണ്ട് അമിക്കസ് ക്യൂറി വെച്ച് ആ റിപ്പോർട്ട് കൊണ്ടുപോയി ഈ റിപ്പോർട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ചിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്നറിയാമോ? ഇവർ കൊടുക്കാനുള്ള ഡെയിലി 600 രൂപ, മാസം 6000 രൂപ, ഇങ്ങനെ പല രീതിയിൽ ആളുകൾക്ക് കൊടുക്കാനുണ്ട്. അത് കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കോടതി ചോദിച്ചു, എന്താ? അപ്പോൾ ലിസ്റ്റ് വരുന്നു പുറത്തേക്ക്. 1410 പേർക്കോ മറ്റോ ഈ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പൊങ്ങച്ചൊക്കടിക്കുന്നുണ്ട്.
ഡെയിലി ഞങ്ങൾ 100 രൂപ വെച്ച് കൊടുക്കുന്നു, മാസം 6000 രൂപ വെച്ച് കൊടുക്കുന്നില്ല. 4-5 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ബഹളം വയ്ക്കുമ്പോഴുണ്ടല്ലോ, സർവേ തുടങ്ങുകയാണ്. സർവേക്കായിട്ട് കിട്ടിയവരുടെ വിവരം, കിട്ടാത്തവരുടെ വിവരം എല്ലാവരും വില്ലേജ് ഓഫീസിലേക്ക് വാ. ഡെയിലി വില്ലേജ് ഓഫീസിൽ പോയി വൈകുന്നേരം വരെ അവിടെ നിന്ന് സുനിലിനെ വിളിപ്പിച്ചില്ല. കാരണം ആൾ കൂടി നിൽക്കുകയല്ലേ, ചിലരെ വിളിപ്പിക്കാൻ പറ്റില്ല. നാളെ വാ. ഇത് തന്നെ പരിപാടി. ഇപ്പോൾ ഈ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും, ഈ സർവേ ഒന്ന് നിർത്തിവെച്ച് തന്നാൽ ഞങ്ങൾ പിച്ച തണ്ടിയാണെങ്കിലും കഴിഞ്ഞോളാം എന്ന് പറയും. ദിവസവും സർവേയാണ്. തഹസിൽദാർ കണക്കെടുക്കുന്നു, വില്ലേജ് ഓഫീസർ കണക്കെടുക്കുന്നു, പഞ്ചായത്തിൽ നിന്ന് കണക്കെടുക്കുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ കണക്കെടുക്കുന്നു, ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറി കണക്കെടുക്കുന്നു. ഇങ്ങനെ ഈ കണക്ക് കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലണം. വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് പോകില്ല. സർവേ നമ്മുടെ അടുത്ത് വന്നിട്ടാണ് ചെയ്യുന്നത്. അത് സെൻസസ് ഒക്കെ ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. കാശ് കിട്ടാനാണെങ്കിൽ ഇവർ പൈസ തരുമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെല്ലുമല്ലോ. ആ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ഇവരെ വിളിപ്പിച്ച് സർവേ നടത്തിക്കൊണ്ടിരിക്കും. ഉപദ്രവിക്കുകയാണ്. അതിന് ഡോക്ടർ ഈ ജസ്റ്റിസ് ചൂടായിരിക്കുന്നു. ഇതെന്ത് പരിപാടിയാണ് നിങ്ങൾ ഈ കണക്കെടുക്കുന്നതല്ലാതെ. എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കറസ്പോണ്ടൻസ് എല്ലാം കൂടെ കോടതിയിൽ ഹാജരാക്കും. ഞാൻ നടപടിയെടുത്തു, എൻ്റെ ഭാഗം കഴിഞ്ഞു. മറ്റേ ആൾ പറയും എൻ്റെ നടപടി കഴിഞ്ഞു, ഞാൻ അടുത്ത ആളിനെ കൈമാറും. ചുരുക്കി പറഞ്ഞു ഉത്തരവാദിയില്ല. അതേസമയം കേന്ദ്ര സർക്കാർ പറയുന്നത് നിങ്ങളുടെ കയ്യിലുണ്ട് പൈസ, 398 കോടി കിടപ്പുണ്ട്. ഇത് കൂടാതെ ഞാൻ സിമ്പിൾ ഒരു കാര്യം പറയട്ടെ. ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞതാണ്, എൻ്റെ കയ്യിൽ 1000 ഏക്കർ വസ്തുവുണ്ട്, ഐ വിൽ റീക്രിയേറ്റ് ദിസ് മുണ്ടക്കൈ, ചൂരമല, ഈ പ്രദേശങ്ങളെല്ലാം, പുഞ്ചിരിമട്ടമെല്ലാം എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാം. എന്താ ഓഫർ സർക്കാർ സ്വീകരിക്കാത്തത്? അങ്ങേര് എന്താ മുട്ടിൽ മരം മുറി കേസിൽ പെട്ടുപോയി. മുട്ടിൽ മരം മുറി കേസിൽ പെട്ടെങ്കിൽ ആ കേസ് അതിൻ്റെ നടക്കട്ടെ. ബട്ട് ഇതൊരു ഡൊണേഷൻ ഞാൻ തരാമെന്ന് പറഞ്ഞു, അത് വേണ്ട, അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. പോട്ടെ, മറ്റേ ഇങ്ങേരുണ്ടല്ലോ, ആ മുടി വളർത്തിയ സ്വർണ്ണ കച്ചവടക്കാരൻ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഞാൻ 1000 വീട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. സ്ഥലമുണ്ടെന്നോ ഇല്ലെന്നോ പുള്ളി പറഞ്ഞില്ല. 1000 വീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇവർ പബ്ലിക്കായിട്ട് സകല ചാനലിലും പറഞ്ഞ കാര്യങ്ങളാണിത്. ശരി, ബോബി ചെമ്മണ്ണൂർ നമ്മൾ ചോദിക്കുക, എന്താ നിങ്ങളുടെ പരിപാടി? സ്ഥലമുണ്ടോ നിങ്ങളുടെ കയ്യിൽ, അതോ വീടിൻ്റെ പൈസയെ തരുള്ളൂ? ചോദിക്കരുതോ? വൈ ഡോണ്ട് യു ടേക്ക് ദാറ്റ് ഡൊണേഷൻ? അതിന് പകരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായിട്ട് സംഭാവന ചെയ്യുക, കാശ് എനിക്കിതാ. തരാൻ തയ്യാറാണെന്ന് 2 വലിയ പണക്കാർ പറയുന്നു, അത് മേടിക്കുന്നുമില്ല. കാരണം അവർ കാശല്ല തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്, വീട് വെച്ച് കൊടുക്കാമെന്നാണ്. ആ വീട്ടിൽ പോയി പിണറായി വിജയന് താമസിക്കാൻ പറ്റില്ല. ഇവിടെ കാശ് കിട്ടണം, എന്നിട്ട് വേണം നമ്മുടെ ഫോറിൻ ട്രിപ്പും സംഗതിയൊക്കെ ഒപ്പിക്കാൻ. ഇതാണ് പരിപാടി. ഇത് ചെയ്തോ, പക്ഷേ ഇതിന് കൂട്ടു നിൽക്കാൻ, ഇത് ഫൈനാൻസ് ചെയ്യണം, അത് കേന്ദ്രത്തിന് പറ്റില്ല. ദർ ഈസ് എ സിസ്റ്റം അഗ്രിയബിൾ ടു ഓൾ സ്റ്റേറ്റ്സ്. കേരളത്തിൽ മാത്രമല്ല ദുരന്തം ഉണ്ടാകുന്നത്. ഈ വയനാട് ദുരന്തം ഇവിടെ നടക്കുമ്പോൾ ഇതിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ളത് ഹിമാചൽ പ്രദേശിൽ നടന്നു. അവർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ അവർ പറയും ഒരു ഫോർമുല അഗ്രി ചെയ്തിട്ട് നിങ്ങൾ കേരളത്തിന് മാത്രം വാരിക്ക് ഒരു കൊടുക്കുന്നു, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ? ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ദർ ഈസ് എ സിസ്റ്റം. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് 5ാം തരംകാര്യ കമ്മീഷനൊക്കെ കൂടെ ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ച സിസ്റ്റമാണ്. നിരന്തരം ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, വരൾച്ച ഉണ്ടാകുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. 1500 കോടിയല്ലേ കൊടുത്തൂടെ? അല്ല, അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം വേറെ ആൾക്കാർക്ക് കൊടുക്കണ്ടേ? മറ്റു പലയിടത്തും കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് കൊടുത്തു എന്ന് ഇവർ പറയുന്നതല്ലേ? ഈ ഒരു സിസ്റ്റത്തിൽ ആ ഫോർമുല അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് പോലും കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ധനകാര്യ കമ്മീഷൻ്റെ റൂൾസ് വയലേറ്റ് ചെയ്യലാവും. അത് കഴിഞ്ഞിട്ട് കേന്ദ്രം അതിലൊരു ലൈൻ എഴുതി ചേർത്തിട്ടുമുണ്ട്, ഇത് ഇഫ് ഇറ്റ് ഗോസ് ബിയോണ്ട് ഓൾ ലിമിറ്റ്സ്. ഇപ്പം തമിഴ്നാടിൻ്റെ ഒരു 3 ജില്ല ബംഗാൾ ഉൾക്കടലിലേക്ക് അങ്ങ് ഒഴുകിപ്പോയി എന്ന് വയ്ക്കുക. ദെൻ ദ സിറ്റുവേഷൻ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എവറിബഡി വിൽ ഹെൽപ്പ് തമിഴ്നാട്. കേന്ദ്രം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾ പോലും സഹായിക്കും. ചില ഡിസാസ്റ്റർ വന്നു കഴിയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ സഹായിക്കും. അല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 70 കോടി നമുക്ക് തന്നു. കൊടുക്കുമല്ലോ, 4, 5, 10 കോടി വെച്ചൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യം നടക്കുള്ളൂ. അല്ലാതെ ഈ നമ്മൾക്ക് നഷ്ടം വന്നു, അതിൻ്റെ ചിലവ് മുഴുവൻ കേന്ദ്രം വഹിച്ചോളണം, ഞാൻ കാലം കയറ്റിയിരിക്കുക. അത് കൂടാതെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഞാൻ വേറെയും കാശ് പിടിക്കും. അതിൻ്റെ കണക്കാരും ചോദിക്കുകയും ചെയ്യരുത്.
അല്ല, ടി ജി പറഞ്ഞ പോലെ ഈ 2 മാസം മുമ്പ് ഹൈക്കോടതി കൊടുത്ത ഡോക്യുമെൻ്റാണ് ഇപ്പോൾ വാർത്തയാവുന്നത്. അതെ, അത് വെറുതെ ഇല്ലല്ലോ. 20-ാം തീയതി ഒരു ഇലക്ഷൻ നടക്കാനുണ്ട് പാലക്കാട്. അതെ, BJP ചിലപ്പോൾ ജയിക്കുമെന്ന് പറയും. അതായിരിക്കാം അതിൻ്റെ പിന്നിൽ. അല്ലാതെ എനിക്ക് ഐ ഹാവ് ദാറ്റ് ഡോക്യുമെൻ്റ് ഇൻ മൈ കമ്പ്യൂട്ടർ. എനിക്ക് ആ കേസിൻ്റെ മുഴുവൻ ഞാനത് എടുക്കുമ്പോൾ ഏകദേശം 686 പേജായി. ഈ ജസ്റ്റിസിൻ്റെ ജയശങ്കർ നമ്പ്യാരുടെ ജഡ്ജ്മെൻ്റ് അടക്കം ഇതായി 686 പേജായി. പിന്നെയും സത്യവാങ്മൂലങ്ങൾ, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് 1000 കഴിഞ്ഞ് കാണും. അതൊന്നും ഞാൻ കളക്ട് ചെയ്തില്ല, 686 വെച്ച് ഞാൻ നിർത്തി. അതിനകത്ത് പറഞ്ഞ ഈ സാധനമൊക്കെ ഉണ്ട്. ഇവരുടെ എസ്റ്റിമേറ്റ് ഉണ്ട്. ഇനി ചിലവ് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന് വിഷമം വരണ്ട. എസ്റ്റിമേറ്റും തന്നെയാണ് അതിലെഴുതിയിരിക്കുന്നത് കേട്ടോ, ചിലവൊന്നും എഴുതിയിട്ടില്ല. എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഐറ്റം ഒക്കെ ഉണ്ട്. ഈ ഫ്രീ ആയിട്ട് ശവദാഹം അല്ലെങ്കിൽ ശവമടക്ക് രണ്ടും ചെയ്തിരുന്നു. ശവദാഹം ചെയ്തത് സേവാഭാരതിയാണ്, ദഹിപ്പിക്കുന്ന ജോലി. ശവമടക്കൽ ഇവരെല്ലാം ചേർന്ന് ഈ SYS ഉണ്ടായിരുന്നു, SKSSF ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡ്സ്, എല്ലാവരും കൈമൈ മറന്ന് എല്ലാവരും സഹായിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. കണ്ണൻ ദേവൻ കമ്പനിയോ മറ്റുമാണ് ആ സ്ഥലം കൊടുത്തത്. അതവർ വിലയ്ക്ക് കൊടുത്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിൻ്റെ വില ഈ എസ്റ്റിമേറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവർ ഫ്രീ ആയിട്ട് ചെയ്ത ജോലി ഈ 75,000 രൂപ എസ്റ്റിമേറ്റിൽ വന്നിട്ടുണ്ട്. ഒരാൾക്ക് 75,000 രൂപ ശവമടക്കിന്. അത് പിന്നീട് അപ്പോൾ അതിൻ്റെ വണ്ടി വേണ്ടേ, ആംബുലൻസ് വേണ്ടേ, അതും ശരിയല്ല. ആംബുലൻസ് സേവാഭാരതി കൊടുത്തിട്ടുണ്ട്, SYS കൊടുത്തിട്ടുണ്ട്, SDPI പോലും കൊടുത്തിട്ടുണ്ട്, SDPI കൊടുത്തിട്ടുണ്ട്, വഴിയെ പോകുന്നവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും അവരാരും കാശ് വാങ്ങിച്ചിട്ടില്ല. പൈസ വാങ്ങി. ഒരുപാട് ആളുകൾ ഒരുപാട് ഓഫറുകൾ പറയുന്നുണ്ട്. ഈ ഓഫർ പറയുന്ന ആളുകൾക്ക് വലിയ മീഡിയ കവറേജും കിട്ടുന്നുണ്ട്. അവർ ചിലപ്പോൾ ചുളുവിന് ചുമ്മാ വാതകം അടിച്ചാൽ പോലും അവർക്ക് ഒരു 4-5 ദിവസം നിറഞ്ഞിരിക്കാം. എന്നാൽ ഇവരെ ഒന്ന് വിളിച്ച് അത് ക്രോഡീകരിച്ച് അതിൽ എത്ര മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുമെന്ന് സർക്കാർ നോക്കേണ്ടതല്ലേ? നോക്കിയിട്ടില്ല. അതാണ് എനിക്ക് അത്ഭുതം. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇയാൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥൻ എന്താ, അഗസ്റ്റിനെ വിളിക്കുക, പ്ലീസ് കം വിത്ത് യുവർ പ്ലാൻ. ബോബി ചെമ്മണ്ണൂരിനെ വിളിക്കുക, കം വിത്ത് യുവർ പ്ലാൻ. ഹൂസോവർ ദേ മേ ബി, അവർ കേരളത്തിലെ പൗരന്മാരല്ലേ. അവർ പബ്ലിക്കിൽ വിളിച്ചു പറയുന്നു വി വിൽ ഡു ദിസ് മച്ച് എന്ന് പറഞ്ഞു. കോൾ ദം. അല്ല, അവർ മുഖ്യമന്ത്രി വിളിക്കേണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് കുറച്ചിലാണ് ബോബി ചെമ്മണ്ണൂരുമായിട്ട് സംസാരിക്കാൻ. ഡിസ്ട്രിക്ട് കളക്ടറെ ചുമതലപ്പെടുത്തുക, അവരെ വിളിച്ചിട്ട് എന്താ അവരുടെ പ്ലാനൊന്നും നോക്കി. ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ശ്രീ അഗസ്റ്റിൻ അദ്ദേഹം ഓഫർ ചെയ്ത് സ്ഥലമടക്കമാണ്. ഹി സെഡ് ഇഫ് യു പെർമിറ്റ് മീ ഐ വിൽ അവിടെ തന്നെ ഈ ഇടിഞ്ഞു പോയ സ്ഥലത്ത് തന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്യാം. പള്ളിക്ക് പള്ളി, അമ്പലത്തിന് അമ്പലം, മാർക്കറ്റിന് മാർക്കറ്റ്, മത്തായി ചേട്ടൻ്റെ കട ഫസ്റ്റ് ഫ്ലോറിലായിരുന്നെങ്കിൽ അവിടെ ഇത് ഞാൻ റീക്രിയേറ്റ് ചെയ്യാം. ദിസ് വാസ് ഹിസ് ഓഫർ. ഒരു മനുഷ്യൻ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കത് വേണ്ട. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,000 കോടി രൂപ ഇടുമെങ്കിൽ സന്തോഷം. അതൊരു ദുഷ്ടലാക്കാണ്. തീർച്ചയായും അത് പൊളിയും എന്ന് കാണുമ്പോഴാണ് ഈ കേന്ദ്രത്തിൻ്റെ തലയിൽ ഇത് വയ്ക്കുന്നത്. കേന്ദ്രത്തിൻ്റെ തലയിൽ വയ്ക്കുന്നതിൽ അർത്ഥമില്ല. ഇതുപോലത്തെ കുറേ ധാരണ ആളുകൾക്ക് കുറേയൊക്കെ ബോധ്യമായിട്ടുണ്ട്. ദേശീയ ദുരന്തം, ദേശീയ ദുരന്തം, ദേശീയ ദുരന്തം എന്ന് പറയുന്നൊരു സാധനമില്ല. ഇനി ഉണ്ടെങ്കിൽ എല്ലാം ദേശീയ ദുരന്തമാണ്. ഇല്ലേ, കേരളത്തിൽ സംഭവിച്ചാലും ബംഗാളിലോ കാശ്മീരിലോ സംഭവിച്ചാലും നമ്മുടെ ദേശത്തിൽ സംഭവിച്ച ദുരന്തമാണ്. അപ്പോൾ ഇതുപോലെയാണ് ദേശീയ തീർത്ഥാടനമായിട്ട് പ്രഖ്യാപിക്കുക ശബരിമലയെ. ശബരിമല നേതാക്കളോട് ആദ്യം ഞാൻ പറഞ്ഞു, ദേശീയ തീർത്ഥാടനം എന്ന് പറഞ്ഞ് തീർത്ഥാടനം ഇല്ല. പവിത്രമായ സ്ഥലത്തേക്ക് നടത്തുന്ന യാത്ര, അതാണ് തീർത്ഥാടനം. അതെല്ലാം ദേശീയമാണ്. നിങ്ങൾ ശബരിമല പോകുന്നത് മാത്രമല്ല, തിരുനെല്ലിയിൽ പോയാലും ദേശീയമാണ്, തിരുവല്ലത്ത് പോയാലും ദേശീയമാണ്, ഗുരുവായൂർ പോകുന്നത് ദേശീയമാണ്. അങ്ങനെ ഒരു ഈ ഒരു ഏർപ്പാട് കേന്ദ്രത്തിനില്ല. ഉണ്ടെന്ന് ആരോപിച്ചിട്ട് അങ്ങനെയാക്കി പ്രഖ്യാപിക്കണം. പറയുന്ന പോലെ കേന്ദ്രം ഇനിയൊന്നും കൊടുക്കാനില്ല, കൊടുക്കേണ്ടതുമില്ല. ആസ് ഓൺ ഡേറ്റ് കേന്ദ്രം ഒന്നും തരാനില്ല. ബട്ട് ദെൻ സിറ്റുവേഷൻ ഡിമാൻഡ്സ്. നിങ്ങൾ കണ്ടിന്യൂസ് കോണ്ടാക്റ്റിലല്ലേ ഇരിക്കുന്നത്. അത് കുറച്ച് ഇപ്പുറത്തേക്ക് വേണം, അപ്പുറത്തേക്ക് വേണം, എന്നാൽ പിന്നെ ഹരിയാനയ്ക്ക് നിങ്ങൾക്ക് അടുത്ത മാസം തന്നാൽ പോരെ, ഇപ്പോൾ ഇവർക്ക് കൊടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണിത്. ഇറ്റ് ഇസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേന്ദ്രം ചെയ്തെങ്കിൽ ചെയ്തു. അതല്ലെങ്കിൽ
കേന്ദ്രം ചെയ്യാനുള്ളത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അത് ചെയ്തിട്ടാണ് കാർന്നവർ വന്നിട്ട് കൊച്ചിനെ എടുത്ത് താലോലിച്ചത്. മനസ്സിലായി? അല്ലാതെ ഇത് ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം. പിന്നെ അഡീഷണൽ എന്തെങ്കിലും കൊടുക്കണമെന്ന് നോക്കാനായിട്ട് വീണ്ടും ഡെലിഗേഷൻ വരും. അതും ഈ സത്യവാങ്മൂലത്തിലുണ്ട്. We will send, if required, we will send additional delegation. They will go and inspect. If further something is to be done, if it can be done from government side. ഏതായാലും ഇപ്പോൾ പെട്ടെന്ന് വാർത്ത വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് കണ്ട് തന്നെയാണ്. അതേ ഉള്ളൂ, വേറെ ഒരു ചുക്കുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.